ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികളിലെ ട്രോമ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തും പല രീതിയിലുള്ള ട്രോമയിൽ കൂടിയൊക്കെ പോയവരാണ്. പക്ഷെ അന്നത്തെ നമ്മളും ഇന്നത്തെ കുട്ടികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നീ ജീവിതത്തിൽ ഒന്നും ആയി തീരില്ല എന്ന് പേരൻസോ ടീച്ചേഴ്സോ ഒക്കെ പറയുമ്പോൾ, ഈ പേരൻസും ടീച്ചേഴ്സും ഈ കുട്ടികളെ സംബന്ധിച്ച് ഒരു അതോറിറ്റി ഫിഗേഴ്സ് ആയിട്ടാണ് അവരെ കാണുന്നത്. കുട്ടികൾ പേരൻസിനെയോ ടീച്ചേഴ്സിനെയോ കാണുന്നത്. അപ്പോൾ ടീച്ചേഴ്സോ പേരൻസോ പറയുന്ന കാര്യങ്ങൾ അവൻ അല്ലെങ്കിൽ അവൾ മനസ്സിൽ അതൊരു ബിലീവ് സിസ്റ്റം ആയിട്ട് രൂപപ്പെടുത്തിയെടുക്കും. എൻ്റെ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മയോ അച്ഛനോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റുപ്പിഡാണ്, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒന്നിനും കൊള്ളാത്തവനാണ്. ഇത് അവരുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന ഇടങ്ങളിലെല്ലാം നെഗറ്റീവായിട്ട് അവരെ ബാധിക്കുക തന്നെ ചെയ്യും. ഒരു എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ട് ഇത് കഴിയില്ല, ഒരു ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല എന്നുള്ള രീതിയിൽ ഇതൊരു നെഗറ്റീവ് ബിലീവ് സിസ്റ്റമായിട്ട് അവരുടെ ഉള്ളിൽ രൂപപ്പെടുകയും അത് ജീവിതത്തിൽ ഒന്നും ആകാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. നമ്മുടെ കുട്ടിക്കാലത്തും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ടീച്ചർ പറഞ്ഞത് ഒരു പക്ഷേ നമ്മുടെ മാത്തമാറ്റിക്സിലുള്ള പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള പോരായ്മ കൊണ്ടോ ഒക്കെ ആകാം. പക്ഷേ അവരുടെയൊക്കെ മുൻപിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ആ രീതിയിലൊക്കെ എടുക്കണമെന്നില്ല. എന്നിരുന്നാൽ പോലും അവരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. അത് തന്നെയായിരിക്കും അവരെ കൂടുതൽ ബെസ്റ്റാക്കി മാറ്റുവാനുള്ള ഏക മാർഗവും. Okay, friends.